ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ്. അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിലെ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ 12ാമത്തെ എപ്പിസോഡാണ് കളിക്കാൻ പോണത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോണത് ഒരു എൻചാന്റിങ് സെറ്റപ്പ് ആണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഓഫ് ക്യാമറയിൽ 3 വില്ലേജേഴ്സിനെ എവിടേക്ക് എത്തിച്ചിട്ടുണ്ട്, ഈ നമ്മളെ ഗോൾഡ് ഫാമിന്റെ കില്ലിംഗ് ചേമ്പറിലേക്ക്. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻചാന്റിങ് സെറ്റപ്പ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നു. പിന്നെ നമ്മുടെ സീരീസിന്റെ മുന്നോട്ട് പോകുന്ന ഭാഗങ്ങളിലേക്കുള്ള പ്ലാനിങ്ങും ആണ്. അപ്പോ നമ്മള് ഡയമണ്ട് ആർമറൊക്കെ ഒപ്പിക്കുന്നത് എങ്ങനെയെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ വില്ലേജസിനെ ഇവിടെ എത്തിച്ചതിന്റെ കാരണവും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഹേ ഗൈസ്, വാട്സ്ആപ്പ്, ഇറ്റ്സ് മീ നിഷാൻ ആൻഡ് യു വാച്ചിങ് നിഷാൻ പ്ലേസ്. അപ്പത്തേ ഗൈസ്, നമുക്ക് ഇവിടെ ആയിട്ടാണ് നമ്മുടെ എൻചാന്റിങ് സെറ്റപ്പ് ബിൽഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നമ്മുടെ ബുക്ക് ഷെൽഫ് എടുക്കാം. അപ്പോ ഈ മുൻഭാഗത്തായിട്ടൊരു 5 ബുക്ക് ഷെൽഫ് വെക്കാം. പിന്നെ ഈ സൈഡിലായിട്ട് ഒരു 4 ബുക്ക് ഷെൽഫ്, 2 സൈഡിലായിട്ട്. ഇത് 4 എണ്ണം ഉണ്ടോ? ഓക്കെ, അത് 4 എണ്ണം ഉണ്ട്. ഓക്കെ, ഇവിടെ ഗൈസ് ഇവിടെ 3 എണ്ണേ കൊള്ളൂല, ഇവിടെ കൊള്ളൂല. അപ്പൊ നമുക്ക് അപ്പുറത്ത് ബിൽഡ് ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മുടെ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് ഇത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻജാനി ടേബിൾ വെക്കുക. നമ്മുടെ ഫാമാണ് ഈ ഗൈസ്, ഒരു ഒലക്കമല സ്ഥലത്താണ്. ഇവിടെ ഒന്നും ബിൽഡ് ചെയ്യാനും പറ്റൂല. അപ്പൊ ഈ കേവിന് ക്ലോസ് ചെയ്യാം. കഷ്ടപ്പാട്. വേറെ വല്ലയിടത്തും ഉണ്ടാക്കിയാൽ മതിയായിരുന്നു ഗൈസ്. അപ്പൊ ഗൈസ്, ഇനി നമുക്ക് ഇവിടെ ഈ 3 ബ്ലോക്ക് ആക്കാം. അതിന് ശേഷം നമുക്ക് ലാപ്പിസ് ലാസിൽ എടുത്തു തന്നെ പോവാം. ലപ്പിസ് ലസുല്ലി. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്പ് വെക്കാം ഗൈസ്. സ്റ്റേഴ്സ് എന്നാലുള്ള സുഖമായിട്ട് അങ്ങോട്ട് കയറാനും ഇറങ്ങാനും പറ്റുക, അല്ലെങ്കിൽ ചാടേണ്ടി വരും. അപ്പൊ ഗൈസ്, ലെവൽ 30 എൻചാൻമെന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ലപ്പിസ് ലസുല്ലി എടുത്തതിന് ശേഷം കാണാം. അപ്പൊ ഗൈസ്, നമ്മളെ ലപ്പിസ് ലസുല്ലി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മളെ ഫാം ടേൺ ഓൺ ചെയ്യാം. ഇനി നമുക്ക് നമ്മളെ പ്ലാനുകളെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ സാധനങ്ങളും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നേരത്തെ നമ്മൾ ആ വില്ലേജേഴ്സിന് അടി കൊടുന്ന് വെച്ചത്. ആ ബ്രൂയിങ് സ്റ്റാൻഡുള്ള വില്ലേജേഴ്സിൻ്റെ കയ്യിൽ നമുക്ക് റോട്ടൻ ഫ്ലഷും കൊടുക്കാൻ പറ്റും, ഗോൾഡും കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഫാം ഒന്ന് ഓൺ ചെയ്യണം. ഓക്കെ ഗൈസ്, പിഗ്ലിൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഫാം ഓൺ ചെയ്യാം. ഇതിന് ചെസ്റ്റ് എവിടെ വെച്ച് നോർമലി ഇപ്പോൾ ഫാം ഉണ്ടാക്കിയ ശേഷം നമ്മളിത് ഉപയോഗിച്ച് നോക്കിയിട്ടേ ഇല്ല. അപ്പോൾ അതിന് നമുക്ക് ആ ചെസ്റ്റ് എവിടെ നിന്ന് കണ്ടുപിടിക്കാം. എവിടെയാണ് നമുക്ക് തപ്പി നോക്കാം ചെസ്റ്റ് എവിടെയാണ്. ഗൈസ് കണ്ടോ, ഇതിൻ്റെ അടിയിലൊക്കെ കേവാണ് ഗൈസ്. അപ്പുറത്തെ ഭാഗത്ത് കാണുന്നതൊക്കെ എവിടെ പൊളിച്ചാലും കേവ്, വല്ലാത്ത ആക്കി. അപ്പോൾ ഗൈസ്, നമുക്ക് അതിൽ റോട്ടൻ ഫ്ലഷും ഗോൾഡൻ നെഗറ്റ്സും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെഗറ്റ്സും റോട്ടൻ ഫ്ലഷും അതിൽ നിന്ന് എടുക്കാം. ഇനി ഗൈസ്, നമുക്ക് ആ റോട്ടൻ ഫ്ലഷ് നമുക്ക് കൊണ്ടുപോയി ട്രേഡ് ചെയ്യാം. ഈ ബ്രൂയിങ് സ്റ്റാൻഡുള്ള വില്ലേജേഴ്സിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് എമറൾഡ് കിട്ടും. ആ എമറൾഡ് വെച്ചിട്ട് നമുക്ക് നമ്മളെ ലൈബ്രറിയറിൻ്റെ കയ്യിൽ നിന്ന് മെൻഡിങ്ങിൻ്റെ ബുക്ക് വാങ്ങാനും പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗെയിം. അവന് കൊന്നിട്ടുണ്ട്. ഇവിടെ ലൈറ്റിങ്ങിന് കുറച്ച് കമ്മിയുണ്ട് ഗൈസ്. നമുക്ക് കുറച്ചുകൂടി ടോർച്ച് അവിടെ വെക്കാം. ടോർച്ച് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ടോർച്ചുകൾ വെക്കാം. അതിന് ടോർച്ച് വെച്ചിന്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി ലെവൽ 30 ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ലെവൽ 30 ആയതിനു ശേഷം കാണാം. അപ്പോൾ ലെവൽ 13 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ പിക്കാക്സിനെ ഒന്ന് എൻജോയ് ചെയ്യാം. ഗൈസ്, നമുക്ക് ഗെയിമിലെ ഫസ്റ്റ് ഗോഡ് പിക്കാക്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു സിൽ ടച്ചിന്റെ പിക്കാക്സിന്റെ കൂടി ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഫോർച്യൂൺ പിക്കാക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ആർമറൊക്കെ ഒപ്പിക്കുന്നുണ്ട്, ഡയമണ്ട് ആർമറൊക്കെ. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.